സാധാരണ കല്യാണം കഴിഞ്ഞുള്ള രാത്രികളിൽ മണിയറയിൽ മധുരപലഹാരങ്ങളും പാലുമൊക്കെ കൊണ്ടുവയ്ക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ആചാരമായിരുന്നു അല്ലേ? എന്നാൽ ഇപ്പോഴത്തെ തലമുറ അതിനു പകരം കഞ്ചാവും ലഹരിയുമൊക്കെയാണ് വെക്കുന്നതെന്ന് തോന്നുന്നു. മലപ്പുറം തവനൂരിൽ നിക്കാഹ് കഴിഞ്ഞ ശേഷം വധുവിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയപ്പോഴാണ് ഈ വിചിത്രമായ കഥ കേട്ടത്. നിക്കാഹിന് ശേഷം ഉപയോഗിക്കാനായി നവവരൻ സൂക്ഷിച്ച MDMA പോലീസ് കണ്ടെടുത്തു. കേസിൽ തവനൂർ സ്വദേശി മുഹമ്മദ് ഷിബാനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിൽ വെച്ച് കാറിൽ നിന്നാണ് ആദ്യം MDMA പിടികൂടിയത്. ചോദ്യം ചെയ്തപ്പോൾ MDMA നിക്കാഹ് കഴിച്ച നവവധുവിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രതി മൊഴി നൽകി. ഇതോടെയാണ് സ്വകാര്യ ആശുപത്രിയിൽ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന ഷിബാനിലേക്ക് അന്വേഷണം എത്തിയത്. തിരൂർ പൊറ്റിലത്തറയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഷിബാനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറിൽ പൊറ്റിലത്തറ പൊതുശ്മശാന പരിസരത്തെത്തിയ ഷിബാനെ പോലീസ് പിടികൂടുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനായിട്ടാണ് ഷിബാൻ ഇവിടെ എത്തിയതെന്ന് കരുതുന്നു. പ്രദേശത്ത് പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഷിബാനെ പോലീസ് സംഘം വട്ടമിട്ട് പിടികൂടി. സംശയം തോന്നി പരിശോധിച്ചപ്പോൾ കാറിനുള്ളിലെ കപ്പ് ഹോൾഡറിൽ നിന്ന് MDMA കണ്ടെത്തി. കാലിയായ 2 പ്ലാസ്റ്റിക് സിപ്പ് കവറുകൾ, MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസ് എന്നിവയും കാറിലുണ്ടായിരുന്നു. തുടർന്ന് ഷിബാനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് വമ്പൻ ട്വിസ്റ്റ് കാത്തിരുന്നത്. പ്രതിശ്രുത വധുവിന്റെ വീട്ടിലെ ശുചിമുറിയിലും MDMA ഒളിപ്പിച്ചതായി ഷിബാൻ വെളിപ്പെടുത്തി. ഇതോടെ ഷിബാനെയും കൂട്ടി പോലീസ് ഇയാളുടെ പ്രതിശ്രുത വധുവിന്റെ വീട്ടിലെത്തി. കിടപ്പുമുറിയോട് ചേർന്നുള്ള ശുചിമുറിയിലെ യൂറോപ്യൻ ക്ലോസറ്റിനടിയിൽ തന്ത്രപരമായാണ് ലഹരി ഒളിപ്പിച്ചിരുന്നത്. ഇവിടെ എത്തുമ്പോൾ ഉപയോഗിക്കാനായി സംഭരിച്ചതാണ് എന്നാണ് ഷബാന്റെ മൊഴി. സ്വകാര്യ ആശുപത്രിയിൽ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന ഷിബാൻ അടുത്തിടെയാണ് തിരുനാവായ സ്വദേശിനിയായ യുവതിയെ നിക്കാഹ് ചെയ്തത്. എന്തായാലും ഈ സംഭവത്തോടെ പ്രതിശ്രുത വധുവിന്റെ വീട്ടുകാരും വീട്ടിലായി. തിരൂർ SI വിശാഖ കെ വിശ്വൻ, സീനിയർ CPOമാരായ രാജേഷ്, C അരുൺ, CPOമാരായ ഉണ്ണിക്കുട്ടൻ, വിജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷിബാൻ ലഹരി വിൽപ്പന സംഘത്തിൽ അംഗമല്ലെന്നും ഉപയോഗത്തിന് മാത്രമാണ് ലഹരി സംഭരിച്ചതെന്നുമാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.